ഹൃദയപൂർവം ഭാഗം 131. ഇനി ഒരു വാക്ക് കൂടി പറഞ്ഞാൽ അവന്റെ കോപം പൊട്ടിത്തെറിക്കും എന്ന അവസ്ഥ. അവിടെ ശരത്തിന്റെ അമ്മ അവനോട് സംസാരിക്കാൻ ഒന്ന് ഭയന്നു. എന്നാലും പിന്മാറാൻ തയ്യാറാവാതെ അവർ അവന്റെ അടുത്തേക്ക് വന്നു. മോനെ ശരത്തെ, ദേവികയ്ക്കും അവളുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. നിനക്ക് പറ്റുമെങ്കിൽ അവൾക്ക് അവളുടെ ഫാമിലിയെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്ക്. എത്രയൊക്കെ നീ സ്നേഹിച്ചാലും, ചുറ്റുമുള്ള ഇവരെല്ലാവരും സ്നേഹിച്ചാലും, അവൾക്കൊരു വേദനയായിട്ട് അവളുടെ ഫാമിലി ഉണ്ടാകും. മനസ്സിന് നിന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ ആ കുട്ടി പറയാത്തതായിരിക്കും. അതുകൊണ്ടാണ് അമ്മ നിന്നോട് പറയുന്നത്. അവർ പറഞ്ഞു. ആണോ ദേവു? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ മറ്റൊരാളുടെ സഹായം വേണോ? ദേവു, നിനക്ക് എന്തും തുറന്നു പറയാൻ എന്നോട് പറ്റില്ലേ? ശരത്ത് ചോദിച്ചതും പറ്റും. ശരത്ത് എന്നോട് സംസാരിക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്കതിന് പറ്റും, അവൾ പറഞ്ഞു. ആ സംസാരം എന്തുകൊണ്ടോ ശരത്തിന്റെ അമ്മയ്ക്ക് അടിയേറ്റതുപോലെയാണ് തോന്നിയത്. ഇനിയും ആ സംസാരം നീണ്ടുപോയാൽ വഴക്കാകും എന്ന് തോന്നിയത് കൊണ്ട് സീതാമ്മ, മക്കളെ, നിങ്ങൾക്ക് സ്കൂളിലും മറ്റും പോകണ്ടേ? പോയി റെഡിയാവാൻ നോക്ക്. ഭക്ഷണമെല്ലാം റെഡിയായി, സീതാമ്മ പറഞ്ഞു. അത് എന്തിനാണെന്ന് മനസ്സിലായതും ലക്ഷ്മി സാന്ദ്രയൊന്ന് നോക്കി. വാ ദേവു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ദേവുവിനെയും കൊണ്ട് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ശരത്ത് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ മുന്നിലായി നിന്നുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയാം. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരുപാട് അമ്മ ഇവിടെ കിടന്ന് നാടകം കളിക്കണ്ട, അഭിനയിക്കേണ്ട. എത്രയും പെട്ടെന്ന് അമ്മ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഞാനും എന്റെ പെണ്ണും എന്തായാലും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അവൾ എന്താണ് ആരാണ് എന്ന് അന്വേഷിച്ച് നടക്കേണ്ട. എല്ലാം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്വീകരിച്ചത്, വിവാഹം കഴിച്ചത്. അപ്പോ അമ്മ പറയുന്ന ബന്ധം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഏട്ടാ, എന്റെ ജീവിതത്തിലും ഉണ്ടാകില്ല. ഏട്ടന്റെ കാര്യം മാത്രം പറയാതെ എന്റെ കൂടി പറ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഗംഗ വരുന്നത്. നിന്റെ കാര്യം നീ തന്നെ പറയട്ടെ എന്ന് കരുതിയിട്ടാണ് മോളെ, ശരത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും എന്റെ കാര്യം ഏട്ടൻ കൂടി പറഞ്ഞേക്ക്. കാരണം നമ്മുടെ രണ്ടുപേരുടെയും കാര്യം സെയിം ആണ്. അമ്മ ആഗ്രഹിക്കുന്നതും ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് നടക്കില്ല എന്ന് നമ്മൾ എന്തിനാണ് രണ്ടുപേരുമായിട്ട് പറയുന്നത്? ഏട്ടൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടാകില്ല. ഏട്ടന്റെ പാതിയായിട്ട് ദേവികയും എന്റെ നല്ല പാതിയായിട്ട് സന്ദീപേട്ടനും ഉണ്ടാകും. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അമ്മ ചെയ്യും. പക്ഷെ ഇനി മറ്റൊരു വിവാഹകാര്യം പറഞ്ഞ് ഞങ്ങളുടെ മുന്നിലേക്ക് വരരുത്. വന്നാൽ അത് മറ്റൊരു തരത്തിലേക്ക് നമ്മുടെ ഈ ബന്ധം വഷളാകും. അതുകൊണ്ട് പറയുന്നതാണ് എന്ന് ഒന്നുകൂടി താക്കീത് കൊടുത്തുകൊണ്ട് ഗംഗ അവിടെ നിന്നും പോയി. കൂടെ ശരത്തും പോയി. ഇന്ന് ഇഷാനി എറണാകുളത്ത് പോകുന്നതിന്റെ തിരക്കിലായിരുന്നു ടീച്ചറമ്മ. അപ്പോഴാണ് നവീൻ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ രാവിലെ തന്നെ പോവുകയാണോ? ടീച്ചറമ്മ ചോദിച്ചു. രാവിലെ തന്നെ പോവുകയാണെങ്കിൽ അധികം ബ്ലോക്ക് ഉണ്ടാവില്ല. അതിന് ഇഷാനി റെഡിയായോ? അവർ ചോദിച്ചു. റെഡിയായില്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നവീൻ പറഞ്ഞു. ആണോ? എന്നാ പിന്നെ റെഡി ആയിട്ടുണ്ടാകും. എന്നാ മോൻ ഇരിക്ക്, ചായ കുടിക്കാം എന്ന് ടീച്ചറമ്മ പറഞ്ഞു. സന്ദീപ് സോഫയിൽ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ഹാളിൽ ശരത്തിന്റെ അമ്മ ഇരിക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് പതിവ് പുഞ്ചിരിയില്ല, പകരം എന്തൊക്കെയോ ചിന്തകളായിരുന്നു. അപ്പോഴാണ് ശരത്തിന്റെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ശരത്ത് ഇറങ്ങി വന്നു. വെള്ളക്കോട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മുഖം അപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു, തീരുമാനത്തിന്റെ ഉറപ്പ് എന്നതുപോലെ. അവന്റെ പിന്നിൽ ദേവികയും. അവൾ ശാന്തമായിരുന്നു. പക്ഷെ ശരത്തിന്റെ അടുത്ത് നിന്ന അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. വീടിന് മുന്നിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ് നവീൻ. ഡ്രൈവർ സീറ്റിൽ പക്കൽ ഇഷാനിയുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞു. ഇഷാനി അവരെ കണ്ടപ്പോൾ ചെറുതായി ഒന്ന് ചിരിച്ചു. ഏട്ടാ, ഹോസ്പിറ്റലിലേക്കാണോ? അതെ, ശരത്ത് മറുപടി പറഞ്ഞു. ദേവിക ഇഷാനിയുടെ അടുത്തേക്ക് നടന്നു. ശ്രദ്ധിച്ചു പോണം, ദേവിക അവളുടെ കൈ പിടിച്ചു പറഞ്ഞു. ഇഷാനി അവളെ ചേർത്ത് പിടിച്ചു. നീയും സൂക്ഷിക്കണം. ആ ചെറിയ ചേർത്ത് പിടിക്കലിൽ ഒരു സഹോദരിയുടെ കരുതൽ ഉണ്ടായിരുന്നു. ശരത്ത് നവീന്റെ അടുത്തേക്ക് ചെന്നു. ശ്രദ്ധിച്ചു പോണം, അവനും പറഞ്ഞു. നവീൻ തല കുലുക്കി. ദേ, സൂക്ഷിക്കണം കേട്ടോ, ശ്രദ്ധിച്ചോളണം ദേവികയെ, ഇഷാനി ശരത്തിനോടും പറഞ്ഞു. നവീൻ പോയതിനു ശേഷം ശരത്ത് അവന്റെ അടുത്തേക്ക് വന്നു. കാറിന്റെ ഡോറ് തുറക്കുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞു നോക്കി. അമ്മേ, അവൻ വിളിച്ചു. അവർ ഇപ്പോഴും ഹാളിൽ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. ശരത്ത് പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു. ദേവിക നിശബ്ദമായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ അമ്മയുടെ മുന്നിലെത്തി. ശരത്ത് ഒരു നിമിഷം മൗനമായി നിന്നു. അമ്മേ,
അവൻ വീണ്ടും വിളിച്ചതും അവർ തല ഉയർത്തി നോക്കി. നിങ്ങൾ തിരിച്ചു പോകണം. ആ വാക്കുകൾ ശാന്തമായിരുന്നു, പക്ഷേ അതില് മാറ്റമില്ലാത്തൊരു ഉറപ്പുണ്ടെന്ന് അവർക്ക് തോന്നി. അവരുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. ശരത്, ഞാൻ... വേണ്ട, അവൻ കൈ ഉയർത്തി തടഞ്ഞു. ഞാൻ എല്ലാം മനസ്സിലാക്കി. അത്രയും പറഞ്ഞ് അവൻ ഒന്ന് നിർത്തി. ഒരു നിമിഷം കഴിഞ്ഞ് അവൻ വീണ്ടും തുടർന്നു. നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ജീവിതം എന്റെ തീരുമാനമാണ്. അവന്റെ ശബ്ദം ഇപ്പോൾ കൂടുതൽ കടുപ്പത്തിലായിരുന്നു. ദേവിക എന്റെ ഭാര്യയാണ്. അവൻ പറഞ്ഞപ്പോൾ ദേവികയുടെ കയ്യിൽ പതിയെ പിടിച്ചു. ഇനി ഒരിക്കലും മറ്റൊരു വിവാഹകാര്യവുമായിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. അത് എന്നെ വേദനിപ്പിക്കും. അതിലും കൂടുതലായി അത് നിങ്ങളെ എന്നിൽ നിന്നും അകറ്റും. അവന്റെ ഓരോ വാക്കും വ്യക്തമായിരുന്നു. ഒരു നിമിഷം നിശബ്ദതയായി. അവന്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ ശരത്ത് തിരിഞ്ഞു. വാ ദേവിക എന്ന് പറഞ്ഞ് അവൻ നടന്നു. ദേവിക പോകുന്നതിന് മുമ്പ് അവരുടെ മുന്നിൽ നിന്നു. അവളുടെ കണ്ണുകളിൽ ദേഷ്യമില്ല, കരുണ മാത്രം. പിന്നെ അവളും തിരിഞ്ഞു. കാറിന്റെ വാതിൽ അടഞ്ഞു. കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങി. ശരത്തിന്റെ അമ്മ അവിടെ തന്നെ നിന്നു. കാർ ദൂരെയായി മറയുന്നത് വരെ. അവരുടെ നെഞ്ചില് ഒരു വേദനയായിരുന്നു. എന്റെ മകൻ. അവർ കസേരയിൽ പതുക്കെയിരുന്നു. അവരുടെ കൈകൾ വിറച്ചു. ഇത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ എതിർക്കുമെന്ന് കരുതി. പക്ഷെ ഇങ്ങനെ ഇത്ര ഉറപ്പോടെ ഇത്ര ഗൗരവത്തിൽ പറയുമെന്ന് അവരും കരുതിയില്ല. അവർ കണ്ണുകൾ അടച്ചു. ഒരു കണ്ണുനീർ അവരുടെ കവളിലൂടെ വീണു. ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തില്ല, അവർ മനസ്സിൽ പറഞ്ഞു. അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പുതിയ തീരുമാനമായിരുന്നു. രാത്രി വളരെ വൈകിയിരുന്നു. വീടിന്റെ വലിയ ഹാളിൽ ഒരു ലൈറ്റ് മാത്രം തെളിഞ്ഞു നിന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ ഈശ്വർ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. മുന്നിലെ ടേബിളിൽ വെച്ചിരുന്ന ഫയലുകൾ, കോടതി പേപ്പറുകൾ, ഫോൺ എല്ലാം അവന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ നോക്കിയത് അവയിലൊന്നുമല്ല. അവന്റെ മനസ്സിൽ ഒരു മുഖം മാത്രം. ദേവിക. വീഡിയോ കോൺഫറൻസിൽ അവൾ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം, അവളുടെ കണ്ണുകൾ, അവളുടെ ശബ്ദം, അവളുടെ ഉറച്ച നിലപാട്. അവൾ മാറിയിരിക്കുന്നു. അവൻ പല്ലു മുറുക്കി. നീ എവിടെയാണ്? എനിക്ക് നിന്നെ കണ്ടെത്തണം. നിന്നെ എനിക്ക് വേണം ദേവിക. ഈശ്വറിന്റെ ഓർമ്മ ഹരി പറഞ്ഞ കാര്യത്തിലേക്ക് പോയി. കോടതിയിൽ നിന്നും വന്നു കഴിഞ്ഞ ആകെ അസ്വസ്ഥമായി ഇരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഹരി അവന്റെ അടുത്തേക്ക് വന്നത്. ഈശ്വർ, അവൻ പതിയെ വിളിച്ചു. മൂളിക്കൊണ്ട് കണ്ണടച്ചിരുന്ന അവൻ കണ്ണു തുറന്ന് ഹരിയെ നോക്കി. ഹരി ഒരു നിമിഷം മുത്തശ്ശിയെ നോക്കി. പിന്നെ ഈശ്വറിനോട്, നീ ശ്രദ്ധിച്ചോ? എന്ത്? കോടതിയിൽ നിന്ന് വന്നപ്പോ മുത്തശ്ശിയുടെ മുഖം മാറിയിരുന്നു. ഈശ്വറിന്റെ കണ്ണുകൾ ചെറുതായി ഒന്ന് ചുരുങ്ങി. അത് അവൾ എന്നെ വീഡിയോ കോൺഫറൻസിൽ കണ്ടു എന്ന് അറിഞ്ഞതിന്റെ സങ്കടമായിരിക്കും, ഈശ്വർ പറഞ്ഞു. അല്ലടാ, സങ്കടമല്ലായിരുന്നു. മുത്തശ്ശിയുടെ മുഖത്ത് സന്തോഷമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഹരി പറഞ്ഞതും, എന്താ നീ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല, ഈശ്വർ ചോദിച്ചു. മുത്തശ്ശി എന്തോ ഒളിച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, ഹരി പറഞ്ഞു. അത് കേട്ടതും ഈശ്വർ വീണ്ടും മുത്തശ്ശിയെ നോക്കി. അവൻ മുത്തശ്ശിയെ ശ്രദ്ധിച്ചു. അവർ പതിവ് പോലെ സംസാരിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിൽ എന്തായി കോടതിയിൽ എന്ന് ചോദിക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് ചോദിച്ചിട്ടില്ല. അതിനർത്ഥം അവന്റെ മനസ്സിൽ ഒരു സംശയം മുളച്ചു. ആ രാത്രി ഈശ്വർ സന്ദീപിന്റെ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. ആന്റി, അവർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ അവൾ പുസ്തകം അടച്ചു. എന്താ മോനെ? ഈശ്വർ വാതിലടച്ചു. എനിക്കൊരു സംശയമുണ്ട്. എന്താ? അവരുടെ മുഖം ഗൗരവമായി. എന്തു സംശയം? ഈശ്വർ ഒരു നിമിഷം മൗനമായി. മുത്തശ്ശിക്ക് അറിയാം. എന്ത്? ദേവിക എവിടെയാണെന്ന്. ആ വാക്കുകൾ മുറിയിൽ പതിഞ്ഞു. സന്ദീപിന്റെ അമ്മയുടെ മുഖം ഒന്ന് വിറച്ചു. നിനക്കുറപ്പാണോ? ഹരിയാണ് ആദ്യം അത് ശ്രദ്ധിച്ചത്. അവൻ പറഞ്ഞപ്പോൾ ഞാനും ശ്രദ്ധിച്ചു. എനിക്കും അങ്ങനൊരു സംശയം തോന്നി, ഈശ്വർ പറഞ്ഞു. കോടതിയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. മുത്തശ്ശി എന്തോ ഒളിക്കുന്നുണ്ട്. അത് കേട്ടതും സന്ദീപിന്റെ അമ്മ ഒന്ന് ആലോചിച്ചു. അങ്ങനെ ആയിരിക്കോ? ഈശ്വർ അവരുടെ കണ്ണിലേക്ക് നോക്കി. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. സന്ദീപിന്റെ അമ്മ മൗനമായി. പിന്നെ പതുക്കെ തല കുനിച്ചു. നമുക്ക് മുത്തശ്ശി ശ്രദ്ധിക്കാം, സന്ദീപിന്റെ അമ്മ പറഞ്ഞു. ആ വാക്കുകൾ ഈശ്വറിന് പ്രതീക്ഷയായി. അടുത്ത ദിവസങ്ങളിൽ മുത്തശ്ശിയുടെ ഓരോ നീക്കവും അവർ ശ്രദ്ധിച്ചു. ഫോൺ സംസാരങ്ങൾ. അവർ ഒറ്റയ്ക്ക് പോകുന്ന സമയം ഹരി മുത്തശ്ശിയുടെ പിന്നാലെ തന്നെയുണ്ടായിരുന്നു. മുത്തശ്ശിയെ ദൂരെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സന്ദീപിന്റെ അമ്മ സാധാരണ പോലെ തന്നെ മുത്തശ്ശിയോട് പെരുമാറി. പക്ഷേ അവരുടെ കണ്ണുകൾ എപ്പോഴും ജാഗ്രതയിൽ ആയിരുന്നു. ഈശ്വർ, അവൻ കാത്തിരുന്നു. ഒരു സൂചന,
അത് മതി. അതേസമയം രാവിലെ സ്കൂളിലെ പാർക്കിങ്ങിൽ ശരത്തിന്റെ കാർ നിർത്തി. ദേവു, ഇന്ന് അല്പം ക്ഷീണം തോന്നുന്നുണ്ടോ? ശരത്ത് ചോദിച്ചു. ദേവിക ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഇല്ല, ഞാൻ ഓക്കെയാണ്, അവൾ പറഞ്ഞു. അപ്പോഴാണ് ശരത്തിന്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ പേര് തെളിഞ്ഞു. അഡ്വക്കേറ്റ് സുമിത്ര. ശരത്ത് ഉടൻ ഫോൺ എടുത്തു. ഹലോ മാഡം, ഡോക്ടർ ശരത്. അവരുടെ ശബ്ദം ഗൗരവം നിറഞ്ഞതായിരുന്നു. ദേവിക അവനെ നോക്കി. ഞാൻ ഇന്ന് കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്, സുമിത്ര പറഞ്ഞു. ശരത്തിന്റെ മുഖം മാറി. എന്തപേക്ഷ? ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ദേവികയ്ക്ക് താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ കേസിന് ഒരു തീർപ്പ് വേണം എന്ന് ഞാൻ കോടതിയോട് ആവശ്യപ്പെടുന്നു, അഡ്വക്കേറ്റ് സുമിത്ര പറഞ്ഞു. അത് കേട്ട് ശരത്ത് ദേവികയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയം, പ്രതീക്ഷ രണ്ടും ഉണ്ടായിരുന്നു. കോടതി എന്ത് തീരുമാനിക്കും എന്ന് അറിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിക്കാം, സുമിത്ര പറഞ്ഞു. ശരി മാഡം. ഫോൺ കട്ടായി. കാറിനുള്ളിൽ ഒരു നിശബ്ദതയായിരുന്നു. ദേവു, ശരത്ത് മൃദുവായി വിളിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. ഇത് ഈശ്വർ എന്ന ആ പേരിന്റെ, ആ ബന്ധനങ്ങളുടെ അവസാനത്തേക്കുള്ള ഒരു ആദ്യ ചുവടായിരിക്കും, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതേസമയം ഈശ്വറിന്റെ വീട്ടില് സന്ദീപിന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ. അവർ ശ്രദ്ധയോടെ കേട്ടു. ഇന്ന് അപേക്ഷ കൊടുത്തോ? അവരുടെ മുഖം മാറി. ശരി, മനസ്സിലായി. ഫോൺ കട്ട് ചെയ്തു. അവർ നേരെ ഈശ്വറിന്റെ അടുത്തേക്ക് നടന്നു. ഈശ്വർ, അവൻ തിരിഞ്ഞു നോക്കി. ദേവികയുടെ അഡ്വക്കേറ്റ് ഇന്ന് കോടതിയിൽ പുതിയൊരു അപേക്ഷ കൊടുക്കുകയാണ്. ഈശ്വറിന്റെ കണ്ണുകൾ മുറുകി. എന്തപേക്ഷ? കേസ് വേഗത്തിൽ തീർക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ. ഒരു നിമിഷം ഈശ്വർ നിശബ്ദനായി. പിന്നെ അവന്റെ മുഖത്ത് ഒരു തണുത്ത പുഞ്ചിരി. അവൾക്ക് അത്രയും തിടക്കമാണോ? ഹരി അവന്റെ അടുത്തേക്ക് വന്നു. ഇനി എന്തു ചെയ്യും? ഇത് തീരുന്നതിന് മുമ്പ് ഞാൻ അവളെ കണ്ടെത്തും, ഈശ്വർ പറഞ്ഞു. അവന്റെ കണ്ണുകൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് തിരിഞ്ഞു. മുത്തശ്ശി വഴി കാട്ടും നമുക്കായി. മുത്തശ്ശിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ വാതിലിനകത്ത് ഒളിച്ചിരുന്നത് ഒരു രഹസ്യം തന്നെയാണെന്ന് ഈശ്വറിന് തോന്നി. മുത്തശ്ശി നമുക്കായിട്ട് വഴി കാട്ടും. അവന്റെ ശബ്ദത്തിൽ ഒരു ഉറച്ച ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സന്ദീപിന്റെ അമ്മ അവനെ നോക്കി. നിനക്ക് അത്രയും ഉറപ്പാണോ ഈശ്വർ? അവരുടെ കണ്ണുകളിൽ സംശയവും പ്രതീക്ഷയും ചേർന്നിരുന്നു. ഈശ്വർ ഒന്ന് ചിരിച്ചു. ഇന്നലെ കോടതിയിൽ നിന്ന് വന്നപ്പോൾ മുത്തശ്ശിയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പുച്ഛമായിരുന്നു. അത് വെറും യാദൃച്ഛികതയല്ല. അവർക്ക് എന്തോ അറിയാം. ദേവിക എവിടെയാണെന്ന് അവർക്കറിയാം. അവർ വീഡിയോ കോൺഫറൻസിൽ സംസാരിച്ച കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് അവർ അറിഞ്ഞു. അതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ട് സന്ദീപിന്റെ അമ്മയുടെ ഹൃദയം ഒന്ന് ശക്തിയായി ഇടിച്ചു. മുത്തശ്ശി പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു. അവർ മുറ്റത്തിരുന്ന് പ്രാർത്ഥിച്ചു. കയ്യിൽ ഒരു ജപമാല ഉണ്ടായിരുന്നു. എന്നാൽ മനസ്സിൽ എന്തോ ഭാരമുണ്ടെന്ന് അവളുടെ കണ്ണുകൾ പറഞ്ഞു. ഹരി ദൂരത്ത് നിന്ന് എല്ലാം ശ്രദ്ധിച്ചു. മുത്തശ്ശി ഫോൺ എടുത്തു. ഈശ്വർ ഉടനെ എഴുന്നേറ്റു. മുത്തശ്ശി ചുറ്റുമൊന്ന് നോക്കി. ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അവർ ഫോൺ എടുത്തു. അവരുടെ വിരലുകൾ ഒന്ന് വിറച്ചു. നമ്പർ ഡയൽ ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് അവർ നിന്നു. അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവർ വീണ്ടും ഫോൺ ഓഫ് ചെയ്തു. ഈശ്വർ ആ കാഴ്ച ദൂരത്ത് നിന്ന് കണ്ടു. അവൻ ആരെയോ വിളിക്കാൻ പോവുകയാണ് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അതേസമയം ശരത്തിന്റെ വീടിന് മുന്നിൽ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു. ശരത്തിന്റെ അച്ഛൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്നു. ശരത്തിന്റെ അമ്മ അവരുടെ അടുത്തിരുന്നു. അവരുടെ മുഖത്ത് കോപവും അപമാനവും ചേർന്നിരുന്നു. ശരത്തിന്റെ വാക്കുകൾ ഇപ്പോഴും അവരുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു വിവാഹകാര്യവുമായിട്ട് വരരുത്. ആ വാക്കുകൾ അവരുടെ അഭിമാനത്തെ തകർത്തിരുന്നു. എന്റെ സ്വന്തം മകൻ എന്റെ മുന്നിൽ നിന്ന് എന്നെ താക്കീത് ചെയ്തു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അത് ദുഃഖത്തിന്റെ കണ്ണുനീർ ആയിരുന്നില്ല, അത് പ്രതികാരത്തിന്റെ തീയായിരുന്നു. ഇതോടെ എല്ലാം തീർന്നു എന്ന് അവൻ കരുതുന്നുണ്ടോ? അവർ മനസ്സിൽ പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണ്. അവരുടെ കൈകൾ മുറുകി. ശരത്തിന്റെ അച്ഛൻ അവരെ നോക്കി. ഇനി അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട, അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവർ ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു പുതിയ പദ്ധതി രൂപം കൊണ്ടിരുന്നു. ഇതിനിടെ മുത്തശ്ശി വീണ്ടും തന്റെ മുറിയുടെ പുറത്ത് വന്ന് നോക്കി. ആരുമില്ല എന്ന് കണ്ട് പിന്നെയും മുറിയിലേക്ക് പോയി വാതിലടച്ചു. അവർ വീണ്ടും ഫോൺ എടുത്തു. ഈ തവണ അവർ ആ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ ചെവിയിൽ ചേർത്തു. അവരുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. മോളെ ദേവു. ആ പേര് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിച്ചു. പക്ഷെ വാതിലിന് പുറത്ത് നിൽക്കുന്ന ഈശ്വറിന്റെ കണ്ണുകൾ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു.
അവന്റെ ഹൃദയം ശക്തിയായി മിടിച്ചു. അപ്പോ ഞാൻ ശരിയായ വഴിയിലാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. ഇനി അവൾ എവിടെയാണ് എന്നുള്ള സത്യം പുറത്തു വരാൻ അധികം സമയം വേണ്ട, അവൻ മനസ്സിൽ പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ട്വിറ്റിന്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.